എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുറേ ദിവസമായി പകൽ വെളിച്ചം കണ്ടിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയാൽ പിന്നെ മൊത്തം ഇരുട്ടാ. ഇന്ന് നൈറ്റ് ഓഫ് ആയതുകൊണ്ട് ഈവനിങ് വെയിൽ കൊള്ളാൻ ഇറങ്ങി. പക്ഷേ ഒടുക്കത്തെ തണുത്ത കാറ്റായിരുന്നു. എന്നാലും കാറ്റിനെ ഒന്നും വകവെക്കാതെ ചുമ്മാ ഞാൻ ഗ്രൗണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദിവസം ഇതുണ്ടാക്കണം അതുണ്ടാക്കണം അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് വാങ്ങുക, ഉണ്ടാക്കുക. ഇനി എത്ര സമയമില്ലെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും വാങ്ങിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. ഇത് മാത്രമാണ് ഇപ്പോഴത്തെ പോളിസി. തിരിഞ്ഞു മറിച്ച് ഒരു ചിന്തയേ ഇല്ല. ഇന്നിങ്ങനെ നടന്നപ്പം ആഗ്രഹം നമ്മുടെ ചോറും പിന്നെ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് യൂട്യൂബിലോ അങ്ങനെ വീഡിയോകളൊന്നും കണ്ടല്ല, പെട്ടെന്ന് മനസ്സിലോട്ടൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഇന്ന് പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും ഹെവി ആയിട്ടുള്ള നൈറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും കുറച്ച് ടൈം ഉറങ്ങിയിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ വളരെ ഫാറ്റായിട്ടുള്ളൊരു വ്യക്തിയല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അന്നേരം എൻ്റെ ഉറക്കം അല്ലെങ്കിൽ എൻ്റെ ക്ഷീണം ഇതൊന്നും ഞാൻ വകവയ്ക്കത്തില്ല. ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പം എനിക്ക് മെയിനായിട്ട് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ക്ഷീണം ഒന്നും വകവയ്ക്കാതെ ഞാൻ എന്താണോ എനിക്ക് തോന്നുന്നത് അത് ഞാൻ കുക്ക് ചെയ്ത് ഞാൻ ഫുഡ് കഴിക്കും. അപ്പോൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പപ്പടം വറുത്ത് കോരിയെടുക്കാം. ആ പാനത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വറ്റൽമുളകിട്ട് നന്നായിട്ട് വറ്റൽമുളക് ഒന്ന് ചൂടാകുന്നിടം വരെ നമുക്ക് അത് വഴറ്റി കൊടുക്കാം. വറ്റൽമുളക് ചൂടാകുമ്പം ഒരു പ്രത്യേക മണമാണ് കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലും ചൂടായി കഴിയുമ്പോൾ കുറച്ച് സവാള കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുഞ്ഞുള്ളിയാണ്, പക്ഷേ ഇവിടെ കുഞ്ഞുള്ളിക്ക് ഭയങ്കര വിലയായതുകൊണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സിലേക്ക് ഞാൻ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് ഇത് ചമ്മന്തി ആകുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ചമ്മന്തിയിലേക്ക് നമ്മൾ പപ്പടം നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി. പക്ഷേ ഞാനിവിടെ കൈകൊണ്ടാണ് പൊടിച്ച് ചേർക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുത്തു. എല്ലാവർക്കും ഇത് ഇഷ്ടമായി. നമുക്ക് മോരിൻ്റെയും ഒരു മീൻ വറുത്തതും ഈ പപ്പട ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. മീൻ വറുത്ത ഇല്ലെങ്കിൽ പോലും നമുക്ക് മോരിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും.